ഇപ്പൊ ഓക്കെ ആണോ സൗണ്ട്? മിസ് ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ വേറെ രണ്ട് പേരാണ് പ്യൂർ അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഈ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫണ്ടമെന്റൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്? നമ്മൾ എക്സ്പെരിമെന്റൽ നമ്മൾ പറഞ്ഞു അല്ലേ, രണ്ടോ രണ്ടിലധികമോ ഗ്രൂപ്പായിട്ട് നമ്മൾ അതിന്റെ ആയിട്ടുള്ള നമ്മൾ കളക്ട് ചെയ്ത് ആ മാറ്റങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അനലൈസ്. ഫണ്ടമെന്റൽ റിസർച്ചിന്റെ അത് നമ്മൾ അങ്ങനെ ഒന്ന് ഒരു അനലൈസ് ചെയ്യോ അങ്ങനെയൊന്നല്ല ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഔട്ട് ഓഫ് ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി. ഔട്ട് ഓഫ് ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി അല്ലെ, നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയണം അല്ലെ, കുറച്ച് നമുക്കറിയാം, അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് അറിയണം. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അല്ലാണ്ട് എന്തെങ്കിലും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണം. അങ്ങനെയുള്ള റിസർച്ചിനെ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഗ്യാതറിംഗ് knowledge for the sake of knowledge. അങ്ങനെയാണ് നമ്മൾ എന്താ പറയാ, ഫണ്ടമെന്റൽ റിസർച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, പ്യൂർ റിസർച്ച് എന്ന് പറയും അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റിസർച്ച് നടത്തുന്നത്? പ്രോബ്ലം സോൾവ് ചെയ്യാനോ അങ്ങനെ ഒന്നിനു വേണ്ടിയിട്ടല്ല. നമ്മൾ ഏതെങ്കിലും പിറകെയുള്ള നമ്മളെ കൂടുതലുള്ള ക്യൂരിയോസിറ്റി കാരണം, അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം കാരണം നമ്മൾ നടത്തുന്ന റിസർച്ചിനെ നമ്മൾ എന്താ പറയാ, ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയാം. അതായത് നോളജ് ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനെ നമ്മൾ ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കുറച്ച് വരുന്ന പോയിന്റ്സ് നമുക്ക് പറഞ്ഞു പോവാം. ഇറ്റ് ഡസ് നോട്ട് യൂഷ്വലി generate finding that have immediate application in a practical level. Finding that have immediate application in a practical level. Does not usually generate finding that have immediate application in a practical level. ബാക്കിയുള്ള കേസിലൊക്കെ ആണെങ്കിൽ, നമ്മളിപ്പോ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല അല്ലെ, നമുക്ക് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നല്ല. നമ്മൾ ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുണ്ടാകുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഫാക്ട് ഫൈൻഡ് ചെയ്യോ അല്ലെങ്കിൽ നമ്മളത് പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവരാനോ ഒക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എക്സ്പെരിമെന്റൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയൊന്നും വരുന്നില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഫാക്ട് ഫൈൻഡിങ്ങോ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവരണമെന്നില്ല ഒരു നിർബന്ധവും ഇതിനകത്ത് ഇല്ല.
driven by curiosity. അപ്പൊ ഇത് ഓർമ്മിക്കണം. ആ ടേം ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മൾ എന്തെങ്കിലും ഒരു റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമല്ലോ. ക്യൂരിയോസിറ്റി ആൻഡ് ഡിസയർ expand knowledge in a specific research area. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ഏരിയൻ്റെ അകത്ത് നമ്മളെ ക്യൂരിയോസിറ്റിന്റെ പുറത്ത് നമ്മളെ നോളജ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി, എക്സ്പാൻഡ് ദ നോളജ് ഇൻ എ സ്പെസിഫിക് റിസർച്ച് ഏരിയ. അപ്പൊ എന്താ, ഡ്രിവൺ ബൈ ക്യൂരിയോസിറ്റി ആൻഡ് ഡിസയർ ടു എക്സ്പാൻഡ് ദ നോളജ് ഇൻ എ സ്പെസിഫിക് റിസർച്ച് ഏരിയ. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഈ ഫണ്ടമെന്റൽ റിസർച്ചിന്റെ കേസിൽ ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ പ്യുവർ റിസർച്ച് എന്നും ബേസിക് റിസർച്ച് എന്നും കൂടെ പറയുന്നുണ്ടെന്നും കൂടി ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ more knowledge to the existing knowledge repository. നമുക്ക് നോളജിന്റെ അകത്ത് കുറെ കൂടി അതിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് ഡാറ്റ നമ്മൾ കണ്ടെത്തിയിട്ട് ആ ഒരു നോളജ് ഗെയിൻ ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത്, ഫണ്ടമെന്റൽ റിസർച്ചിന് പ്യുവർ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്ന് കൂടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് എന്തെങ്കിലും ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ലെവൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടോ ഒന്നുമല്ല നമ്മൾ ഈ ഫണ്ടമെന്റൽ റിസർച്ച് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സിംപ്ലി നമ്മൾ ഏതെങ്കിലും പുറത്തുള്ള ഏതെങ്കിലും റിസർച്ച് ഏരിയൻ്റെ അകത്തുള്ള പുറത്തുള്ള ക്യൂരിയോസിറ്റിന്റെ കാരണം കൊണ്ട്, അല്ലെ, നമുക്കത് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കുള്ള നോളജ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് റിസർച്ച് ഏരിയ ആണോ നമുക്ക് താല്പര്യമുള്ളത് അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്ന് നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗ്യാതറിംഗ് നോളജ് ടു ദ എക്സിസ്റ്റിംഗ് നോളജ് റെപ്പോസിറ്ററി, അല്ലെ. അപ്പൊ അതൊക്കെയാണ് എന്ത് വരുന്നത്, ഫണ്ടമെന്റൽ റിസർച്ചിന്റെ അകത്ത് വരുന്നത്. ഓർമ്മിക്കേണ്ടത്, അത് ഫാക്ട് ഫൈൻഡിങ്ങിനോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാക്ടിക്കൽ അപ്ലിക്കേഷനോ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഫണ്ടമെന്റൽ റിസർച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. നെക്സ്റ്റ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ പോയിന്റ്സ് പറഞ്ഞു പോവാം. ഡിസ്ക്രിപ്ഷൻ ഓഫ്, ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് സിറ്റുവേഷൻ, ഡിസ്ക്രിപ്ഷൻ ഓഫ് സിറ്റുവേഷൻ ആസ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് പ്രസന്റ്, അല്ലെ. ഡിസ്ക്രിപ്ഷൻ ഓഫ് സിറ്റുവേഷൻ ആസ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് പ്രസന്റ്, നമ്മളെ കറന്റ്ലി എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് മുന്നേ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇവന്റിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ കോറിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോ പറയുന്ന എക്സ് പോസ്റ്റ് പാറ്റോ റിസർച്ച്, അതൊക്കെ വരുന്നത് ഈ പിന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അത് നമുക്ക് വഴിയെ പറയാം. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ അകത്ത് നമ്മളുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് സർവേസ്, ആൻഡ് ഫാക്ട് ഫൈൻഡിങ് enquiries of different types. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? അപ്പൊ അതായത് എന്തെങ്കിലും സർവേസോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫാക്ട് ഫൈൻഡ് ചെയ്യാനോ വേണ്ടിയിട്ട് നടത്തുന്ന എൻക്വയറി, അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻക്വയറീസ് ഇതിനകത്ത് വരുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഏതൊക്കെ എൻക്വയറി അല്ലെങ്കിൽ ഏതൊക്കെ സർവേസ് എന്നൊക്കെ നമുക്ക് പതിയെ പറയാം, അതിന്റെ ബാക്കിയായിട്ട് നമുക്ക് പറയാം. അപ്പോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താ, കറന്റ്ലി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ അറ്റ് പ്രസന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിസർച്ച് ടെക്നിക്കാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനകത്ത് വരുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർവേസ് ആണെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യനെയർ ഒക്കെ വരും, അല്ലെ. സർവേസ് ആൻഡ് ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ്. ഏതെങ്കിലും ഫാക്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള എൻക്വയറി ഒക്കെ നടത്തുന്നത് ഇതിനകത്താണ് വരുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനകത്താണ് നമ്മൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോപ്പുലേഷൻ്റെത്,
അതുപോലെ തന്നെ നമ്മളെ പിന്നെ വേറെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടീനെ പറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നടത്താം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ ഫാക്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്, ആ ഫാക്ട് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പരസ്യമാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് യൂസ് ചെയ്യും. നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അത് കൂടുതലായിട്ട് നമുക്ക് പറയാം. അപ്പൊ അതിന്റെ ടേംസ് നമുക്ക് പറഞ്ഞു പോവാം. attempts to describe systematically a situation, a problem or phenomenon. നമ്മൾ പറഞ്ഞു അല്ലേ, അറ്റ് പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ പ്രോബ്ലമോ അല്ലെങ്കിൽ ഫിനോമിനോ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് വരുന്ന സമയത്ത് ഈ ഒരു ടേം ഓർമ്മിച്ചാൽ മതി. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അറ്റംപ്റ്റ്സ് ടു ഡിസ്ക്രൈബ് സിസ്റ്റമാറ്റിക്കലി ആണ്. നമ്മൾ എല്ലാ റിസർച്ചും സിസ്റ്റമാറ്റിക്കലി ആണല്ലേ. attempts to describe systematically a situation, a problem or phenomenon. അതിനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് തന്നെ രണ്ട് ടൈപ്പ് നമ്മൾ സർവേസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് വരുന്ന രണ്ട് ടൈപ്പ് സർവേസ് നമുക്കൊന്ന് നോക്കി പോവാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രോസ് സെക്ഷണൽ സർവേസും, അതുപോലെ തന്നെ രണ്ടാമത്തേത് ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ. ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ ഈ ക്രോസ് സെക്ഷണൽ സർവേയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിയുടെ അകത്തുള്ള ഡിഫറൻസ് നമുക്കറിയാം. അപ്പൊ സർവീസ് അപ്പൊ ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കളക്ഷൻ ഓഫ് എക്സാമ്പിൾ ആണ്, കളക്ഷൻ ഓഫ് information from a population, from a sample population at only one point of time. ഇപ്പൊ രണ്ടാമത്തേതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അത് കമ്പയർ ചെയ്തിട്ട് നോക്കാം. നമുക്ക് സർവേ ഓഫ് സെയിം പോപ്പുലേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പം സർവേയും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം എ സാമ്പിൾ ഓഫ് പോപ്പുലേഷൻ അറ്റ് ഓൺലി വൺ പോയിന്റ് ഓഫ് ടൈം അല്ലെ. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സർവീസിനകത്ത് എന്താ പറയുന്നത്, സർവേ ഓഫ് സെയിം പോപ്പുലേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലെ. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഏതെങ്കിലും ഒരു ഡ്യൂറേഷനിൽ നടത്തുന്നതിനെ നമ്മൾ എന്താ പറയാ, ലോഞ്ചിറ്റ്യൂഡിൽ എന്ന് പറയാം. അതുപോലെ തന്നെ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ നടത്തുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്, ക്രോസ് സെക്ഷണൽ സർവേസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ക്രോസ് സെക്ഷണൽ സർവേസും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സർവേസ് ഉണ്ട്, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ അറ്റ് എ പർട്ടിക്കുലർ വൺ പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ അതിനെ പറയുന്നത് ക്രോസ് സെക്ഷൻ എന്നും, അറ്റ് എ പീരീഡ് ഓഫ് ടൈമിലാണ് അല്ലെ, ഓവർ എ പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോഴും ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ അതിനൊരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താണ്, റിസർച്ചർ അറ്റംപ്റ്റ്സ് ടു എക്സാമിൻ frequency of purchase. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞേ, ഫ്രീക്വൻസി ഓഫ് പർച്ചേസ് ഓർ ഷോപ്പിംഗ്.
ഫ്രീക്വൻസി ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം. ഈ പർച്ചേസ് ഫ്രീക്വൻസി ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലെ. നമ്മളിപ്പോ ഒരു വീക്കിലോ അല്ലെങ്കിൽ സൺഡേസ് ആൻഡ് പിന്നെ സാറ്റർഡേസ് അല്ലെങ്കിൽ ജനുവരി ടു ഡിസംബർ അല്ലെ, ഏതെങ്കിലും ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലേക്ക് നമുക്ക് പറയാം. അപ്പൊ ഈ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിലേക്കാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിന് ക്രോസ് സെക്ഷൻ എഴുതും. അതുപോലെ തന്നെ നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് നമ്മൾ ഇതിനെ ഫ്രീക്വൻസി ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ ഷോപ്പിംഗ്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ പർച്ചേസ് അല്ലെങ്കിൽ ഷോപ്പിംഗിന്റെ. നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സർവേ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് റിസർച്ചർ ഹാസ് no control over the variable here. നമ്മൾ ഇന്നലെ എക്സ്പെരിമെന്റൽ റിസർച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അതുപോലെ തന്നെ ഡിപെൻഡന്റ് വേരിയബിൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞേ, വി ക്യാൻ കൺട്രോൾ അല്ലേ. അതായത് ആരാണോ റിസർച്ച് ചെയ്യുന്നത് ആ റിസർച്ചർ ക്യാൻ കൺട്രോൾ ദ വേരിയബിൾ. അപ്പൊ സൺലൈറ്റ് കൊടുക്കണോ വേണ്ടിയോ, എത്ര പോലെ കൊടുക്കണം, വെള്ളം കൊടുക്കണോ വേണ്ടിയോ അല്ലെ, വളം കൊടുക്കണോ വേണ്ടിയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ബട്ട് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ അത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഓവർ എ പീരീഡ് ഓഫ് ടൈമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അറ്റ് പർട്ടിക്കുലർ ടൈമിലോ നമ്മൾ എന്തിന്റെയും കാര്യത്തിനെ പറ്റിയിട്ട് ഒരു ഇത് അനലൈസ് ചെയ്യുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പറഞ്ഞ പർച്ചേസ് അല്ലെങ്കിൽ ഷോപ്പിങ്ങിന്റെ കേസൊക്കെ. അപ്പൊ ഈ ഷോപ്പിംഗ് ചെയ്യുന്നതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ വേരിയബിൾ ഹെയർ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഷോപ്പിംഗ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഷോപ്പ് ചെയ്യുന്നതിന്റെ എത്ര ഫ്രീക്വൻസി ആണെന്നൊക്കെ കണ്ടുപിടിക്കോ അല്ലെങ്കിൽ അനലൈസിയോ ചെയ്യുന്നതല്ലാണ്ട് റിസർച്ചർ ആയിട്ടുള്ള നമുക്ക് അതിനകത്ത് ഒരു കൺട്രോളും ഇല്ല അല്ലെ. അത് പർച്ചേസ് നമ്മൾ ഇത്ര പോലെ കൂടണം അല്ലെങ്കിൽ ഇത്ര പോലെ കുറയണം, നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കൂടും, അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു, അതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്നു എന്നല്ലാതെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊന്നും നമുക്ക് അതിനകത്തില്ല അല്ലെ. റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ വേരിയബിൾ ഹിയർ. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ ഒരു പ്രത്യേകതയാണ് അവിടെ റിസർച്ചറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെയുള്ള വേരിയബിളിന് നമുക്ക് ഒരു കൺട്രോളും ചെയ്യാൻ പറ്റില്ല. എന്താണോ ഹാപ്പൻ ചെയ്യുന്നത് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നല്ലാതെ ആ പിന്നെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും നമുക്ക് അവിടെ സാധിക്കുന്നില്ല. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ അകത്ത് ഓർമ്മിക്കേണ്ട കാര്യം എന്താ, റിസർച്ച് ഇത് കൺസിസ്റ്റ് ഓഫ് സർവേസ് ആൻഡ് ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസ് അല്ലെ ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ അതിനകത്ത് നമ്മൾ ക്രോസ് സെക്ഷണൽ സർവേസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സർവേസ് പറഞ്ഞിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ആണ്. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ, ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മൾ നടത്തുന്ന സർവേസ് ആയിരിക്കും. അതുപോലെ തന്നെ റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ വേരിയബിൾ ഹിയർ. അപ്പൊ ഇത്രയും നമുക്ക് അതിനെ കൊണ്ട് വേണ്ടു. ഒരുപാട് പറയേണ്ട, നമ്മളോട് ആരോടും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതുന്നു നമ്മളോട് ചോദിക്കൂല. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വരുന്നത് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് happens at the time of its occurrence or after it has occurred. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവന്റ് നടന്നതിന് ശേഷം അല്ലെ, അതിന് ശേഷം നമ്മൾ അതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുക അല്ലെ. എക്സ് പോസ്റ്റ് ഫാക്ടോ. അപ്പൊ ഈ പോസ്റ്റ് അവിടെ നമ്മൾ പോസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഓരോരോ സ്ഥലത്ത് നമ്മൾ പറയുന്നത് അല്ലെ, ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം അതിനുശേഷമാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മൾ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. ആഫ്റ്റർ ദ ഇവന്റ് ഈസ് ഇംപ്ലിമെന്റഡ് വാട്ട് ഹാപ്പൻസ് ക്യാൻ ബി ചെക്ക്ഡ് അല്ലെ. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവന്റ് നടന്നതിന് ശേഷം അത് എന്താ നടന്നത് അതിനെ പറ്റിയിട്ട് അനലൈസ് ചെയ്യുക അല്ലെ. വാട്ട് ഹാപ്പൻസ്, എന്താണ് നടന്നത് അതിനെ പറ്റിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുക, റിസർച്ച് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് നമ്മൾ പറയുന്നത്.
അപ്പോൾ എക്സ്പോസ്ഡ് ഫാക്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മുന്നേ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് മീൻസ് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് മീൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പാടായതുകൊണ്ട് വേഗം ആൻസർ കിട്ടും. The research is carried out after the incident. B, research is carried out prior to the incident. C, research is carried out ആണ് ബാക്കി എഴുതുന്നില്ലേ. Research is carried out along with the happening of incidents. D, research is carried out keeping in mind the possibilities of an incident. ഏതായിരിക്കും? Exposed factor research means the research is carried out after the incident. Research is carried out prior to the incident. Research is carried out along with the happening incidents. Research is carried out keeping in mind the possibilities of an incident. ഏതായിരിക്കും വരുക? ബുദ്ധിമുട്ടുണ്ടോ? ഏതാ വരുക? എയും സിയും തമ്മിൽ കൺഫ്യൂഷൻ. എ തന്നെ വരുക. അതായത് എയും സിയും തന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല, എ തന്നെ. ബിക്കോസ് ആഫ്റ്റർ ദി ഇൻസിഡന്റ് എന്നുള്ളത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എക്സ്പോസ്ഡ് ഫാക്ടർ. ഓക്കെ, എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് ആവുക. അഥവാ ഇത് തന്നിട്ടില്ല, ഈ മൂന്നെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ സി ചൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് തന്നതുകൊണ്ട് ആഫ്റ്റർ ദി ഇൻസിഡന്റ് നമുക്ക് ഇവിടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ തന്നതുകൊണ്ട് വേറെ ഒന്നിന്റെയും നോക്കേണ്ട ആവശ്യമില്ല, അത് തന്നെയായിരിക്കും ആൻസർ. അഥവാ അത് ഇല്ല എങ്കിൽ മാത്രമേ നമ്മൾക്ക് സിയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അടുത്ത നോക്കാം. നെക്സ്റ്റ് പോസ്റ്റ് എന്നുള്ളത് നമ്മൾ അവിടെ കാണുന്നില്ലേ. അപ്പൊ പോസ്റ്റ് എന്നത് ഓർമ്മിച്ചാൽ അല്ലാതെ നമ്മളോട് എക്സ്പോസ്ഡ് ഫാക്ടർ എന്താണെന്ന് ആരും ചോദിക്കൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് കാണുന്ന സമയത്ത് അത് അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അപ്പൊ ഹിസ്റ്റോറിക്കൽ റിസർച്ച് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓൾറെഡി മുന്നേ നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പണ്ടത്തെ ഡോക്യുമെന്റ്സും അങ്ങനെയുള്ള പണ്ട് എന്താണോ അതിന് നമ്മൾ ഏത് ഏരിയ ആണോ നമ്മൾ റിസർച്ചിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ആ ഏരിയയിലെ മുന്നേ ഉള്ള ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ ഫയൽസ്, അതുപോലെ തന്നെ ബുക്സ്, അങ്ങനെ വേറെ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി നടത്തുക അല്ലെ. അതായത് ഐഡിയാസ് ഓഫ് ദ പാസ്റ്റ്. നമ്മൾ സ്റ്റഡി ഈവന്റ് ഓർ എങ്ങനെ പറയാം നമുക്ക്, ടു സ്റ്റഡി ഈവന്റ് ഓർ ഐഡിയാസ് ഓഫ് ദ പാസ്റ്റ്. ഈവന്റ് ഓർ ഐഡിയാസ് ഓഫ് ദ പാസ്റ്റ്. അതായത് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ഈവന്റിന്റെയോ അല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള പാസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഡീപ്പായിട്ട് ലേൺ ചെയ്യാം. അപ്പൊ അത് ചിലപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം, നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഇന്നോവേഷൻസ് കൊണ്ടുവരാനായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം. അത് എക്സാമ്പിൾ പറയുന്നത് നമുക്ക് പറയാം.
അപ്പൊ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ദ ഇവന്റ് ഓർ ഐഡിയാസ് ഓഫ് ദ പാസ്റ്റ്. Ideas of the past. Event or ideas of the past. For example, നമുക്ക് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ എക്സാമ്പിൾ പറയാം. ഗ്രോത്ത് ഓഫ് ട്രേഡ് യൂണിയൻ. ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നല്ലേ, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് ഓഫ് ട്രേഡ് യൂണിയൻ അല്ലെ? ഹിസ്റ്റോറിക്കൽസിന്റെ ഒരു എക്സാമ്പിളാ പറഞ്ഞത്. ഗ്രോത്ത് ഓഫ് ട്രേഡ് യൂണിയൻ. നമുക്ക് ഈ ട്രേഡ് യൂണിയന്റെ പണ്ടത്തെ വളർച്ചയെ പറ്റിയിട്ടൊന്നും നമുക്കറിയില്ല. അത് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, അതെങ്ങനെ വളർന്നു വന്നു, എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെ, അതെങ്ങനെയാ ശക്തിപ്പെട്ടത്, അതിനെപ്പറ്റി നമുക്ക് ധാരണയേ ഇല്ല അല്ലെ. നമുക്ക് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ഒരു റിസർച്ച് നടത്തുവാണ്. എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയില് ട്രേഡ് യൂണിയന്റെ വളർച്ച എങ്ങനെയാ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ പത്രം അല്ലെ ഇന്നലത്തെ ഒരു ദിവസത്തെ പത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വളർച്ച നമുക്ക് മനസ്സിലാവില്ല അല്ലെ. അതെന്താ, കാലങ്ങൾക്ക് മുന്നേ അത് സ്റ്റാർട്ട് ചെയ്തതാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മുന്നേ ഉള്ള ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ ബുക്സ്, അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സോഴ്സ് ആയിട്ട് കിട്ടുന്ന എല്ലാ പണ്ടത്തെ ഡീറ്റെയിൽസും നമ്മൾ എടുത്തുകൊണ്ട് വരും അല്ലെ. അതിനുശേഷം നമ്മൾ 1 by 1 ആയിട്ട് അനലൈസ് ചെയ്തിട്ടല്ലേ, അതായത് പാസ്റ്റിലുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഇത് പഠിച്ചു വരുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് ഞാൻ ഗ്രോത്ത് ഓഫ് ട്രേഡ് യൂണിയൻ ഇൻ ഇന്ത്യ എന്ന് ഞാൻ റിസർച്ച് ചൂസ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. എനിക്ക് ഇന്നലത്തെ പത്രം വേണം അല്ലെങ്കിൽ ഒരാഴ്ചത്തെ മുന്നത്തെ പത്രം വേണം, ഞാനത് കണ്ടുപിടിച്ചു, അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അത് ഹിസ്റ്റോറിക്കൽ ആണ്, അതായത് മുന്നേ കുറെ നാൾ മുന്നേ കഴിഞ്ഞുപോയ ഈവന്റ് അല്ലെങ്കിൽ ഇൻസിഡൻസ് ആണ്. അങ്ങനെയുള്ള ആ ഇൻസിഡൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, കോയിൻസൈഡ് ചെയ്ത് കൊണ്ടുവന്ന് അതിന്റെ വളർച്ച കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പണ്ട് മുതലെടുത്ത് അനലൈസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പണ്ട് മുതലെടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ കിട്ടൂല. നമ്മൾ എന്ത് ചെയ്യണം, പണ്ട് മുതലേ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് അതിന്റെ സോഴ്സ്, അതായത് നമുക്ക് അതിന്റെ ഡാറ്റ കിട്ടുന്ന എല്ലാ സോഴ്സസിലും കൂടി നമ്മൾ എല്ലാം അനലൈസ് ചെയ്യും ഒക്കെ ചെയ്യും, പഠിക്കുകയൊക്കെ ചെയ്യും അല്ലെ. അങ്ങനെയുള്ളത് റിസർച്ചിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഞാൻ ഈ ഗ്രോത്ത് ഓഫ് ട്രേഡ് യൂണിയൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മളിപ്പം വിചാരിക്കുന്നത് ഈ പുതിയൊരു മൊബൈൽ നമ്മൾ കൊണ്ടുവരുവാണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പുതിയ മൊബൈൽ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ, എന്നാൽ പണ്ട് മുതലേ എങ്ങനെയായിരിക്കും ഇതിന്റെ ഈ ഒരു ഇപ്പം ടച്ച് ഫോണിലേക്കാണെങ്കിൽ ഈ ടച്ച് ഫോണിലേക്ക് എത്തിയതിന്റെ ഹിസ്റ്ററി എനിക്ക് അറിയണമെന്ന് വിചാരിക്കുന്നല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പണ്ട് മുതലല്ലേ വാക്കി ടോക്കി മുതലുള്ള ടെക്നോളജി മുതലുള്ളത് എന്ത് ചെയ്യും, നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ 1 by 1 ആയിട്ട് കൊണ്ടുവരും അല്ലെ. അപ്പൊ അതിനെന്ത് വേണ്ടേ, മുന്നേ ഉള്ള, അതായത് ഇപ്പൊ ടച്ച് ഫോൺ അങ്ങനെ അതിന് മുന്നേ നമ്മൾ എന്താണോ അല്ലെ, അതിന്റെ ഏറ്റവും ഒറിജിൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ഒറിജിൻ മുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടച്ച് ഫോൺ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല അല്ലെ, മുന്നേ ഉള്ള പണ്ടത്തെ ഡാറ്റ നമുക്ക് കിട്ടണം. അങ്ങനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ബുക്സ് അല്ലെങ്കിൽ റെഫറൻസസ് ഒക്കെ നമ്മൾ എടുത്ത് പഠിച്ച് അതിന്റെ സോഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ അങ്ങനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും റിസർച്ച് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഞാൻ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് വേഗം മൈൻഡിൽ കിട്ടും. ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നടന്നു കഴിഞ്ഞതാണ് അല്ലെ, മുന്നേ നടന്ന ഈവെന്റ്സ് അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ മൂവ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക, റിസർച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇറ്റ് റെഫേഴ്സ് ടു ദ use of historical data to answer a question അല്ലെ. നമ്മളിപ്പം പറഞ്ഞ ഗ്രോത്ത് ഓഫ് ട്രേഡ് യൂണിയൻ ഇൻ ഇന്ത്യ എന്നാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ഒരാൾ ചോദിച്ചാൽ ഇങ്ങനെയാണ് വളർന്നതെന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ആ വളർന്നതിന് കുറെ സാഹചര്യങ്ങളും അതുപോലെ തന്നെ കുറെ ഇൻസിഡൻസും ഇവന്റ്സ് ഒക്കെ നടന്നിട്ടായിരിക്കും. അപ്പൊ അത് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ടു ആൻസർ എ ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് വളർന്നു വന്നതെന്ന് അറിയണമെങ്കിൽ, അതായത് ട്രേഡ് യൂണിയൻ എങ്ങനെ വളർന്നു വന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യണം അല്ലെ. എന്നിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ
ഗ്രോത്ത് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഏത് എക്സാമ്പിൾ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞുകൊണ്ട് ട്രേഡ് യൂണിയന്റെ കാര്യം എന്ന് പറഞ്ഞേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്കറിയാല്ലേ വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സംതിങ് മെഷറബിൾ അല്ലെ. നമുക്ക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്നതിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയാം. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അവിടെ മെഷറബിൾ അല്ല അല്ലെ. അത് ഇന്ന വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മാർക്ക് വെച്ചിട്ട് നമുക്ക് അങ്ങനെ മെഷറബിൾ അല്ല. അപ്പൊ നമ്മളിപ്പം ഒരാളോട് പറയുന്നത് അവരെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സ്വഭാവം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഒരു എന്താക്കാൻ പറ്റില്ല അല്ലെ. അത് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക ചെയ്യുന്നത് അല്ലെ. ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുക ചെയ്യുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നതോ അത് നമുക്ക് മെഷറബിൾ ആണ് അല്ലെ. ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് മെഷറബിൾ ആണ്. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നീ എത്ര പ്രോഡക്റ്റ് അത് എത്ര എണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 എണ്ണം വാങ്ങി നമുക്ക് പറയാം അല്ലെ. അതെന്താന്ന് ക്വാണ്ടിറ്റി ആണ്. അതെങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും, അതിന്റെ കുഴപ്പമില്ല അല്ലെ. അതെന്താണ് അവിടെ ക്വാളിറ്റിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും. അപ്പൊ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഞാൻ സോപ്പിന്റെ കാര്യത്തിൽ ഞാൻ വെറുതെ പറഞ്ഞാണ്, അല്ലാതെ നമ്മൾ റിസർച്ചിന്റെ അകത്ത് നമ്മൾ സോപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ വെറുതെ ജസ്റ്റ് ക്വാളിറ്റി എന്താണ് ക്വാണ്ടിറ്റി എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നതും ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വാട്ട് ഈസ് ടു ബി മെഷേർഡ് അല്ലെ. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതിനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയാം. അപ്പൊ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് നമുക്ക് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് concerned with qualitative phenomena. Qualitative phenomena അല്ലെ. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. കൺസേൺഡ് വിത്ത് ക്വാളിറ്റേറ്റീവ് ഫിനോമിന. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഫിനോമിന അതിനെ പറ്റിയിട്ടുള്ള റിസർച്ചിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് നമ്മൾ പറയുന്നത്. ആസ്പെക്ട്സ് related to or involving quality. ഏതെങ്കിലും ക്വാളിറ്റിനെ നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മോട്ടിവേഷണൽ റിസർച്ച്. മോട്ടിവേഷണൽ റിസർച്ച് നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ പറയാണ്. മോട്ടിവേഷണൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? വിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു റീസൺ ഫോർ certain ഹ്യൂമൻ ബിഹേവിയർ അല്ലെ. കുറെ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഹ്യൂമൻ ബിഹേവിയർ ആണ് അവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ അവിടെ മെഷർ ചെയ്യല്ല ചെയ്യുന്നത് അല്ലെ. അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മോട്ടിവേഷണൽ റിസർച്ച്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് എക്സാമ്പിൾ മോട്ടിവേഷണൽ റിസർച്ച് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? വിച്ച് ഇൻവെസ്റ്റിഗേറ്റ്സ് ഈ ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾ ഒന്നും നിങ്ങൾ ഇതാക്കണ്ട കേട്ടോ. അത് ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഓരോരോ എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. നമുക്ക് എക്സാമിന് തരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ളതാണ് എഴുതേണ്ടത്. നമ്മൾ നോക്കുക ക്വാളിറ്റി ആണോ അവിടെ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആണോ അല്ലെ. ക്വാളിറ്റി മോട്ടിവേഷണൽ റിസർച്ചിന്റെ അകത്ത് നമ്മൾ അവിടെ ഹ്യൂമൻ ബിഹേവിയർ ആണല്ലേ. അതായത് അവിടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരോ കുറെ ഹ്യൂമൻ ബീയിങ് ഉണ്ടെങ്കിൽ അവരുടെ ബിഹേവിയർ ആണ് അവിടെ അനലൈസ് ചെയ്യപ്പെടുന്നത്. which investigates the reason for certain human behavior. Okay. നമ്മൾ ഓരോരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ? അത് നമ്മളെ ക്വാളിറ്റി ആണ് അല്ലെ. അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാണ്ട് എനിക്ക് ഇന്ന സ്വഭാവം ഉണ്ടത് എന്തല്ല മെഷറബിൾ അല്ല. എനിക്ക് ആ ഒരു ബിഹേവിയർ ഉണ്ടെന്നുള്ളത് എന്തല്ല ഒരിക്കലും മെഷറബിൾ അല്ല. അതൊരിക്കലും നമ്മൾ എപ്പോഴേ പറയുള്ളൂ ക്വാളിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ പറയുള്ളൂ അല്ലെ. Discovering
ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിസ്കവറിങ് underlying of human being by using in-depth interviews. in-depth interviews. അപ്പൊ ഈ ഇൻഡെപ്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇൻഡെപ്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എക്സെട്ര. അപ്പൊ ഇവിടെയെല്ലാം നമ്മള് സ്റ്റോറി കംപ്ലീഷനോ അല്ലെങ്കിൽ സെന്റൻസ് കംപ്ലീഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താ അവരുടെ അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെ, അതാണ് നമ്മൾ അവരുടെ ക്വാളിറ്റിയാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അവരുടെ ബിഹേവിയറിനനുസരിച്ചിട്ടാണ് നമ്മളതിന്റെ കംപ്ലീഷൻ ആയാലും അതുപോലെ തന്നെ സെന്റൻസ് കംപ്ലീഷൻ ആയാലും ഒക്കെ നടത്തുന്നത്. അപ്പൊ അതൊന്ന് ഓർമ്മിച്ചാൽ മതി. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് ഇൻഡെപ്ത് ഇന്റർവ്യൂസ്, അതുപോലെ തന്നെ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഒക്കെ. അപ്പൊ അതൊക്കെയാണ് നമ്മളെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ പറഞ്ഞത്. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും തമ്മിലെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ മെഷറബിൾ ആണ്, ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ അവിടെ മെഷറബിൾ അല്ല അല്ലെ. നമ്മളിപ്പം അത് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് മോട്ടിവേഷൻ റിസർച്ച് നമ്മൾ പറഞ്ഞത്. അവിടെ എന്താ ചെയ്യുന്നത്? ഹ്യൂമൻ ബിഹേവിയർ ആണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പൊ ചിലപ്പോൾ നമ്മള് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടെക്നിക്കാണ് ഇൻഡെപ്ത് ഇന്റർവ്യൂസ്, അതുപോലെ തന്നെ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് ഒക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. റിസർച്ച്